ഒരു നാട്ടു ചൊല്ലുണ്ട്, കൊടുങ്കാറ്റിൽ ആന പാറിയപ്പോഴാണ് വേറെന്തോ പാറിയ കഥ പറച്ചില്. അങ്ങനൊരു കഥ പറച്ചിലിന്റെ ദൃശ്യങ്ങൾ കാണാം. വെറും കഥ പറച്ചിലല്ല, ചായയൊക്കെ കുടിച്ച് ചിരിച്ചു കളിച്ച ഒരു അസാധാരണ കാഴ്ച. ഞാൻ ആലോചിക്കുമായിരുന്നു, മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ പിണറായി വിജയൻ മോദിക്കൊപ്പം ഇരുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഇരുവരും ഒന്നിച്ചൊരു ചായ കുടിക്കുകയും ചെയ്താൽ ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ 2 ദിവസം അന്ത്യചർച്ച നടത്താനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ചിത്രം മതിയായിരുന്നു കോൺഗ്രസ്സുകാർക്ക് പിണറായി വിജയൻ സംഖ്യയാവാൻ. പക്ഷേ വയനാട് എംപിയും കോൺഗ്രസിന്റെ ന്യൂജൻ ഇന്ദിരാഗാന്ധിയുമായ പ്രിയങ്കയുടെ ചായ കുടി മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത് എന്ത്? പ്രിയങ്ക മോദിക്കൊപ്പം ഇരുന്ന് ഒരു ചായ കുടിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടാകും. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗ്രാമീണ ജനതയുടെ ജീവനാഡിയായ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ബില്ല് മോദി സർക്കാർ അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്കയുടെ ഈ ചായ കുടി. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയെ വെട്ടിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമുള്ള ചായ കുടി. അപ്പോ ആ ചായ കുടിയിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? ഗുപ്തന്റെ കൂടെ കൂടിയാ ഞാൻ ചായ ഇത്ര തിളപ്പിച്ചു തുടങ്ങിയത്. തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ഗുപ്തൻ അങ്ങ് യൂറോപ്പിൽ കറങ്ങി നടക്കുകയാണല്ലോ. അതുകൊണ്ട് ഗുപ്തന് പകരം ഗുപ്തന്റെ പെങ്ങള് മോദിക്കൊപ്പം ഇരുന്ന് ചായ കുടിച്ചെന്നെല്ലാം സൈബർ കോൺഗ്രസ്സുകാർ പടച്ചു വിടുന്നുണ്ട്. ഗുപ്തനും കൊള്ളാം, പെങ്ങളും കൊള്ളാം. ഗാന്ധിയെയും നെഹ്റുവിനെയും വെട്ടാൻ നേതൃത്വം നൽകുന്ന മോദിക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ കോൺഗ്രസ് തിരഞ്ഞെടുത്ത സമയവും കൊള്ളാം. നല്ല ബെസ്റ്റ് സമയം. മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി, തിരിച്ചു പുകഴ്ത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത്?